നിങ്ങളുടെ കയ്യിലെ പണം എവിടെ നിക്ഷേപിക്കും നിങ്ങൾ? FD ഇടുവോ, അതോ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമോ? അതുമല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുമോ? നിങ്ങളുടെ പണം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ അധികമായി വന്ന പണം നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ചാളുകൾ പറയുമായിരിക്കും, റിയൽ എസ്റ്റേറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. എന്നാൽ കുറച്ച് പേര് പറയും, ഇല്ല, ഞാൻ FDയിൽ കുറച്ച് ക്യാഷ് നിക്ഷേപിക്കും. എന്നാൽ മറ്റു ചിലർ പറയും, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം. എന്താണ് ഇവ തമ്മിലുണ്ടാകുന്ന പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും നല്ല ഫണ്ട് ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ഏതാണ്? ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഏതാണ്? അല്ലെങ്കിൽ ഇതിൽ റിസ്ക് കുറഞ്ഞത് ഏതാണ്? ഇത് നമ്മൾ നോക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇക്കാര്യങ്ങൾ നോക്കണം. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. ഇന്ന് നിങ്ങളുടെ കയ്യിലൊരു 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നീക്കിയിരിപ്പായിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെ 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ നമുക്ക് 3-4 മാർഗങ്ങളുണ്ട് നമ്മുടെ ഈ പണം നിക്ഷേപിക്കാൻ. ഒന്നെങ്കിൽ ആ പണം ക്യാഷായിട്ട് കയ്യിൽ വയ്ക്കാം. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അവിടെ ഇരിക്കും. നമ്മളെങ്ങോട്ടേലുമൊക്കെ പോകുമ്പോൾ അതിൽ നിന്ന് 1000 എടുത്തേക്കാം, 2000 എടുത്തേക്കാം, പോക്കറ്റിൽ കിടക്കട്ട്, പോയിട്ട് വരുമ്പം തിരിച്ചു വയ്ക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിക്കിറങ്ങുമ്പോൾ ഇത് അതിൽ നിന്നൊരു കുറച്ച് പൈസയല്ലേ, അതിന് വെച്ചേക്കാം, നമുക്ക് തിരിച്ചു വരുമ്പം വയ്ക്കാം. നമ്മൾ പോവും, യാത്ര പോവും, തിരിച്ചു വരും. കൊണ്ടുപോയ പൈസ മിക്കവാറുമൊക്കെ ചിലവായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് വല്ലതും മിച്ചം ഉണ്ടാവുള്ളൂ. അങ്ങനെ പല പ്രാവശ്യമാകുമ്പം ഈ 10 ലക്ഷം 9 ആവും, 8 ആവും, 5 ആവും, അങ്ങനെ കുറഞ്ഞ് വരും. അതുമാത്രമല്ല, വീട്ടിൽ വയ്ക്കുന്നത് നമുക്ക് റിസ്ക്കാണ് അല്ലേ? കള്ളന്മാരൊക്കെ ഉള്ള സമയമല്ലേ, വീട്ടിൽ വയ്ക്കുന്ന അത്ര സേഫല്ല. അപ്പോൾ എന്തു ചെയ്യാം? എന്നാൽ ഈ 10 ലക്ഷം നമുക്ക് കൊണ്ടുപോയിട്ട് ബാങ്കിലിടാം. അവിടെ ആകുമ്പം സേഫാണ്, ലോക്കറിന് പ്രത്യേകിച്ച് കാശ് കൊടുക്കണ്ട, ധൈര്യമായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യാം, ഒരു റിട്ടേണും കിട്ടും. അങ്ങനെ നമ്മൾ പോയി FD ഇടാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ബാങ്ക് മാനേജർ പറയാണ്, നിങ്ങൾ ഈ പൈസ ഇത്ര നാളത്തേക്ക് നിങ്ങൾ ഫിക്സഡ് ആയിട്ട് ഇടണം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം, അതിനൊരു ടൈം പീരീഡ് അവർ പറഞ്ഞു. അയ്യടാ, എന്ത് ചെയ്യും? നമുക്കിടയ്ക്ക് ആ പൈസയ്ക്ക് ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? ആലോചിച്ചു. അപ്പം മാനേജർ ചോദിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ലോണായിട്ട് എടുക്കാവുന്നതെന്ന്. ഓക്കെ, അത് ഓപ്ഷനാണ്. നമ്മുടെ പൈസയ്ക്ക് നമ്മൾ പലിശ കൊടുത്ത് ലോണായിട്ട് എടുക്കുകയാണ് അല്ലേ? നമുക്ക് റിട്ടേൺ കിട്ടണം. അപ്പം നമ്മളവിടെ പോയിട്ട് ഇടയ്ക്ക് കാശിന് ആവശ്യമൊന്നുമില്ല, ആ പറഞ്ഞ ടൈം പീരീഡൊക്കെ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളവിടെ അവളോട് സംസാരിച്ച് നമ്മളവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നു. നമുക്കൊരു 4-5% അല്ലെങ്കിൽ 6% നമുക്ക് അതിൻ്റെ ടൈം പീരീഡ് അനുസരിച്ചിട്ട് നമുക്ക് പലിശ കിട്ടും. അത് നമുക്ക് മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി കിട്ടാം, ഇല്ലെങ്കിൽ മിക്കവാറും എല്ലാം 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പലിശ വരുന്നത്. 3 മാസം കൂടുമ്പോഴാണ് വരുന്നത്. അപ്പം അതിൽ പലിശ നിരക്ക് കുറവായിരിക്കും, പക്ഷേ നമ്മുടെ പണം സേഫായിരിക്കും, റിസ്ക് ഒന്നുമില്ല. അവിടെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ വളരെ കുറവായിരിക്കും. അതേപോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന മറ്റൊരു മാർഗ്ഗമാണ് പോസ്റ്റ് ഓഫീസിൽ. ബാങ്കുകളെ അപേക്ഷിച്ച് പോസ്റ്റ് ഓഫീസിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. അവിടെയും ടൈം പീരീഡ് ഫിക്സഡ് ആണ്. അത് പക്ഷേ ബാങ്കുകളിൽ നമ്മൾ FD ഇടുന്ന പോലുള്ളൊരു ടൈം ഫ്രെയിം അല്ല, അവിടെ കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള ടൈം ഫ്രെയിമാണ് പോസ്റ്റ് ഓഫീസുകളിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നമ്മൾ ചെയ്യുമ്പോഴുള്ളത്. അവിടെയും പണം സുരക്ഷിതമാണ്, റിട്ടേണും വലിയ കുഴപ്പമില്ല. ബാങ്കുകളിൽ കിട്ടുന്നതിനേക്കാളും ഏതാണ്ട് 1% കൂടുതൽ അവിടെ കിട്ടും, നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് കിട്ടും. അപ്പം ഈ 2 മാർഗ്ഗങ്ങൾ, നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്ക് വഴി ഇടുന്നതും പോസ്റ്റ് ഓഫീസ് വഴി ഇടുന്നതും വളരെ സേഫാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. പിന്നുള്ളത് റിട്ടേൺ വളരെ കുറവായിരിക്കും. പിന്നപ്പം ഇനി എന്താ ചെയ്യുക? അപ്പം അടുത്ത ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ കുറേ ഷെയറുകൾ വാങ്ങി
വെക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ അതിനൊരു ഫണ്ട് മാനേജർ ഉണ്ടാവും. അവരായിരിക്കും ഏതൊക്കെ ഷെയറുകൾ വാങ്ങിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനിയുടെയാണ് എന്നൊക്കെ കരുതി അവർ വാങ്ങിക്കുന്നത്. ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ച് അതിനെ മാനേജ് ചെയ്യുന്നത് ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും. നമ്മളപ്പം പ്രത്യേകിച്ച് ഷെയറുകളൊന്നും സെലക്ട് ചെയ്യാനൊന്നും പോകണ്ട. പക്ഷേ നമ്മളെപ്പോഴും മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ, റിട്ടേൺ കിട്ടുന്ന നല്ല മ്യൂച്വൽ ഫണ്ടുകൾ നോക്കി വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന്. രണ്ടാമത്, മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറയുന്നത് ഓഹരി വിപണി എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. അതിൽ ഷെയറുകളുടെ മൂല്യം ഉയർന്നും താഴ്ന്നും ഇരിക്കും. അതനുസരിച്ച് നമ്മൾ നിക്ഷേപിച്ച തുകയിലും മാറ്റങ്ങൾ വരാം. മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും ചിലപ്പം നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലെ നമ്മൾ നിക്ഷേപിച്ച തുകയുടെ വാല്യൂം താഴേക്ക് വരാം. അതേപോലെ മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം റിട്ടേണും നമുക്ക് കിട്ടും. അതിൻ്റെ വാല്യൂ ഉയർന്നു തന്നെ വരും. റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതും ലോങ് ടൈമിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ലാഭം കിട്ടുന്നതാണ് മ്യൂച്വൽ ഫണ്ടുകൾ. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയറുകൾ വാങ്ങിക്കുക, കമ്പനികളുടെ ഷെയറുകൾ വാങ്ങിക്കുക. ഇവയൊക്കെ ഈ കമ്പനിയുടെ ഷെയറൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കമ്പനികൾ നോക്കി അതിന് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ വാങ്ങിക്കണം ഷെയറുകൾ. പക്ഷേ അവിടെയൊക്കെ റിസ്ക് ഉണ്ട്. റിസ്കിൻ്റെ എലമെൻ്റ് ഇല്ലാത്തടത്തൊന്നും നമുക്ക് നല്ല റിട്ടേൺ കിട്ടത്തില്ല. നമുക്ക് നല്ല ഹൈ റിട്ടേൺ ആണെങ്കിൽ അവിടെ റിസ്ക് ധാരാളം ഉണ്ടാകും. ആ റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടാകും, നല്ല റിട്ടേണും നമുക്ക് കിട്ടുന്നു. പിന്നെ നമുക്ക് ഇതൊക്കെ നിക്ഷേപിക്കാവുന്നത് ബോണ്ട് വഴി നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ബോണ്ടുകൾ, ഗവൺമെൻറ് ബോണ്ടുകളുണ്ടാകും, അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ ബോണ്ടുകളുണ്ടാകും, പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെയൊക്കെ ബോണ്ടുകളുണ്ടാകും. ഈ ബോണ്ട് വഴിയൊക്കെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. പക്ഷേ പലിശ നമുക്ക് റിട്ടേൺ കിട്ടുന്നത്, അല്ലെങ്കിൽ പലിശയായിട്ട് നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ നമ്മുടെ FDയുടെ ഒക്കെ ആനുപാതികമായിട്ട് അതിനനുസരിച്ചൊക്കെയാണ് നമുക്ക് ഈ ബോണ്ട് വഴി കിട്ടുന്നത്. പക്ഷേ സേഫാണ്, വലിയ കാര്യമായ റിസ്ക് ഇല്ല. പിന്നെ വലിയ റിസ്ക് ഇല്ലാത്ത എന്നാൽ കൂടുതൽ എമൗണ്ട് ആവശ്യമായി വരുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അതൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ പ്രോപ്പർട്ടികൾ വാങ്ങിച്ചിടുക, എന്നിട്ടത് മറച്ചു വയ്ക്കുക. അതുമല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീടുകളൊക്കെ പണിത് വാടകയ്ക്ക് കൊടുക്കുക, കെട്ടിടങ്ങൾ പണിത് വാടകയ്ക്ക് കൊടുക്കുക. അതുവഴിയൊക്കെ നമുക്ക് മന്ത്ലി നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. റിസ്ക് കുറവാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ എമൗണ്ടിൻ്റെ വാല്യൂവിന് കുറവൊന്നും വരുന്നില്ല. കാരണം ഇന്ന് ലാൻഡ് വാങ്ങിച്ചിടുന്നതിൻ്റെ അത്രയും സേഫ്റ്റി മറ്റൊന്നിനുമില്ല. ലാൻഡ് വാല്യൂ എപ്പോഴും കൂടി തന്നെ ഇരിക്കുകയുള്ളൂ, കുറയത്തില്ല. അതിവിടെ റിസ്ക് നമുക്ക് വളരെ കുറവാണ്. പക്ഷേ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഇപ്പോഴത്തെ നിബന്ധനകളൊക്കെ അറിയാമല്ലോ. ചിലയിടത്ത് വീട് വയ്ക്കാൻ പറ്റില്ല, ചിലയിടത്ത് ഫ്ലാറ്റ് കെട്ടാൻ പറ്റില്ല. ഇത് പട്ടയമുള്ള ഭൂമിയാണോ പട്ടയമില്ലാത്ത ഭൂമിയാണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ലാൻഡ് വാങ്ങിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ പോകും. അപ്പോൾ ലാൻഡ് വാങ്ങിക്കുന്നതിന് മുന്നേ എല്ലാവിധ ലീഗൽ ഫോർമാലിറ്റീസും നോക്കിയിട്ട് ലാൻഡുകൾ വാങ്ങിക്കുക, അവിടെ വീട് കെട്ടുക അല്ലെങ്കിൽ കെട്ടിടങ്ങൾ പണിയുക. ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. പക്ഷേ ഇതിനൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ മന്ത്ലി നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത് നല്ലൊരു റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. കറക്റ്റ് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വീട് പണിത് കൊടുക്കുന്നത് ഇപ്പം ആരുമില്ലാത്ത ഏരിയയിൽ, അല്ലാതെ താമസക്കാരൊന്നും അതില്ലാത്ത ഏരിയയിൽ ഒരു വീട് പണിത് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം നഗരത്തോട് ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരു ടൗണിനോട് ചേർന്നിട്ടൊക്കെ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് അടുത്തുള്ള ഒരു 2-3 കിലോമീറ്റർ അല്ലെങ്കിൽ 4-5 കിലോമീറ്റർ അടുത്ത് മാറിയിട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമുണ്ടാകില്ല. അപ്പം ആളുകൾ വരുന്ന ലൊക്കേഷൻ നല്ലതായിരിക്കണം. നമ്മുടെ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ നല്ലതായിരിക്കണം. ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്ന ഏരിയയിലായിരിക്കണം നമ്മൾ വീട് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ കടമുറികൾ പണിയേണ്ടത്. ഒരു ബിസിനസ് സ്ഥാപനം ആളുകളൊന്നും ഇല്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊരു വലിയ കെട്ടിടമൊക്കെ വെച്ചു അവിടെ ആരെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് ആൾക്കാർ വരുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വെറുതെ ആയിപ്പോയി. പക്ഷേ സ്ഥലം അവിടെയുണ്ട്, സ്ഥലത്തിന് വാല്യൂ കിട്ടും. പക്ഷേ കെട്ടിടം പണിതിൻ്റെ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. കാലങ്ങൾ കഴിയുമ്പോൾ സ്ഥലത്തിൻ്റെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടും. പക്ഷേ കെട്ടിടം പണിത് വേസ്റ്റായിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ലാൻഡായിട്ട് കിടക്കട്ടെ. നിങ്ങൾക്കിപ്പം കെട്ടിടം പണിയെങ്കിൽ നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് സ്ഥലം വാങ്ങി അവിടെ കെട്ടിടം നിങ്ങൾ പണിയണം. അവിടുന്ന് നിങ്ങൾക്ക് നല്ല വരുമാനം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖല ഒരിക്കലും നഷ്ടത്തിൽ പോകത്തില്ല. നോക്കിയും കണ്ടും നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. മറ്റൊരാൾ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് സ്വയം തോന്നുക അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ നമുക്കെല്ലാവർക്കും കഴിയും.
അതുപോലെ ബ്രോക്കർമാരുടെ ചതിയിലൊന്നും പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നിൽക്കരുത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലായിക്കോട്ടെ, എന്തിലും നമ്മൾ സ്വയം ചിന്തിക്കുക. റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള മേഖലകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.